ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ്. അപ്പോൾ കുറേ കാലത്തെ ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു. എന്ന് പറഞ്ഞാൽ എൻ്റെ ഓഫീസിലും പിന്നെ എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഞങ്ങളൊരു ഗ്രൂപ്പുണ്ട്. അവരുടെ ഒരു ആഗ്രഹമായിരുന്നു നമുക്ക് ഡീപ്പ് സീ പോയിട്ടൊന്ന് ഫിഷ് ചെയ്യണമെന്ന്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി തീരുമാനിച്ച് ഒരു ഡേ ഫിക്സ് ചെയ്തു. ഫിക്സ് ചെയ്തിട്ട് നമ്മളൊരു ബോട്ട് ഹയർ ചെയ്തു. അത് എന്താണ്, ഈ എൻ്റർടൈനർ വൗച്ചറിൽ തന്നെ നമുക്കൊരു ബോട്ട് ഹയർ ചെയ്യാനുള്ള ഒരു ഓഫർ കിട്ടിയായിരുന്നു. അങ്ങനെ ബോട്ട് ഹയർ ചെയ്ത് ഞങ്ങൾ ഡീപ്പ് സീ ഫിഷിങ്ങിന് വേണ്ടി പോകാനുള്ള സകല തയ്യാറെടുപ്പുകൾ എടുത്ത് ഞങ്ങൾ പോയി. അപ്പോൾ ഞങ്ങളെ കൊണ്ടുപോകുന്ന ക്യാപ്റ്റൻ പറഞ്ഞത് നമ്മുടെ ദോഹ മെയിൻലാൻഡിൽ നിന്ന് ഏകദേശം 24 കിലോമീറ്റർ കടലിൻ്റെ ഉള്ളിലേക്ക് പോയി അവിടെയാണ് ഫിഷിങ്ങിൻ്റെ സ്പോട്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ചിട്ട് ഞങ്ങൾ കരയിൽ നിന്ന് വിട്ട്, അപ്പോൾ ഈ കരയിൽ നിന്ന് പോകുന്ന സമയത്ത് തന്നെ നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ദോഹേൻ്റെ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ് നമുക്ക് കാണുന്നത്. കാരണം വെസ്റ്റ് ബേ, അതേപോലെ അതിൻ്റെ സ്കൈസ്കേപ്പേഴ്സ്, അങ്ങനെ ബോട്ടിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ആ ഒരു കാഴ്ച അല്ലെങ്കിൽ അതിൻ്റെ വ്യൂ ഉണ്ടല്ലോ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ കുറച്ചുകൂടി കടലിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഒന്നുകൂടി നല്ല വ്യൂ ആയിരുന്നു. കാരണം ആ ഒരു ഐലൻഡ് പോലെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഒരു 24 കിലോമീറ്റേഴ്സ് നമ്മൾ ഉള്ളിൽ പോയിട്ട് ആ ഫിഷിങ്ങിൻ്റെ സ്പോട്ടിലെത്തി. ഇത് ഞങ്ങളുടെ ക്യാപ്റ്റനാണ്. പുള്ളിയാണ് ഞങ്ങൾക്ക് ഫിഷിംഗ് റോഡും ഫിഷിങ്ങിൻ്റെ ബെയ്റ്റ് എല്ലാം പുള്ളി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന വീഡിയോ എവിടെയാണ്? പക്ഷേ ആ വീഡിയോ ഫിഷിങ് ഈ ചൂണ്ടയൊക്കെ ഇടുന്നതിൻ്റെ തിരക്കിൽ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഫിഷിങ്ങിൻ്റെ എന്ന് പറയാൻ വേണ്ടിയിട്ട് ആകെ കിട്ടിയത് ഞാനൊരു ശേരിയെ പിടിച്ചപ്പോൾ ഈ ഒരു ഫോട്ടോ മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് ശേരീനെ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് ഫില്ല് ചെയ്ത് ഒന്ന് കുക്ക് ചെയ്ത് ഒരു വെറൈറ്റി ഡിഷായിട്ട് വരാനാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ ഫിഷ് ക്ലീൻ ചെയ്യാനായിട്ട് ആദ്യം ആ ഫിഷിൻ്റെ ഹെഡിൻ്റെ താഴെയായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് അതിൻ്റെ ഒരു എഡ്ജ് നമ്മൾ ഫില്ല് ചെയ്യാൻ തുടങ്ങണം. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മളങ്ങനെ ആ എഡ്ജ് കട്ട് ചെയ്ത് നമ്മുടെ വാലിൻ്റെ അവിടം വരെ അത് കൊണ്ടുവരിക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫിഷിനെ കുറച്ചും കൂടി ഉള്ളിലേക്ക് അത് സ്ലൈസ് ചെയ്ത് ആ മുള്ളിനോട് ചേർന്നിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കട്ട് ചെയ്തിട്ട് അതിനൊരു ഫില്ലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ മാക്സിമം നമ്മൾ മുള്ള് ഒഴിവാക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മീനിൻ്റെ വാരിയലിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ശരിക്കും നല്ല നൈഫാണെങ്കിൽ, എൻ്റെ അടുത്ത് ഫിലെ നൈഫ് ഉണ്ടായിരുന്നില്ല. ഫിലെ നൈഫ് ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് റിബോൺസിനെ ഒഴിവാക്കിയിട്ട് നമുക്ക് മീറ്റ് മാത്രം കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ 2 സൈഡിലെയും ഫ്ലഷ് മാത്രം നമ്മൾ ഫില്ല് ചെയ്ത് എടുക്കണം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ശരിക്കും നമ്മൾ നല്ല ഷാർപ്പ് നൈഫ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന്, ഫില്ലെ നൈഫും കൂടി ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ചെയ്യാവുന്നൊരു കാര്യമാണ്. അത്ര ഒരു ടൈം കൺസ്യൂമിങ് ഒന്നുമല്ല. ഇതുപോലെ നമുക്ക് കണ്ടില്ലേ ആ ബോൺ മാത്രം. പിന്നെ ഞങ്ങൾ ഹെഡ് യൂസ് ചെയ്യാത്ത മീനിൻ്റെ തല അങ്ങനെ ഇവിടെ ആർക്കും ഇഷ്ടമല്ല, അതുകൊണ്ട് നമ്മൾ എടുക്കാറില്ല. അപ്പോൾ കടയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ മീനിൻ്റെ തല കട്ട് ചെയ്ത് മാറ്റുക ചെയ്യുക. അപ്പോൾ ഇതുപോലെ നമുക്ക് മുള്ള് മാത്രമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഫില്ല് ചെയ്യുന്നത് മീനിൻ്റെ. ഇനി നമ്മൾ തൊലി കളയുക. എങ്ങനെയാണ് പറഞ്ഞാൽ ഇവിടെ വാലിൻ്റെ അവിടെ കുറച്ച് ഇവിടെ ഇറക്കി താത്തി കട്ട് ചെയ്യുക. എന്നിട്ട് ഈ വാലില്ലേ, വാല് ഇങ്ങനെ പിടിച്ചിട്ട് വാല് നമ്മുടെ സൈഡിലേക്ക് വലിക്കുക. ഓക്കെ, എന്നിട്ട് അതൊക്കെ ഇഷ്ടമായിട്ടോ. അപ്പോൾ നമ്മൾ 2 ചെറുമ്പല് കളയണ്ട. ഓക്കെ, തൊലി ഇല്ലാതെ നമുക്ക് ഫിഷും ക്ലീനായിട്ട് കിട്ടി, മീറ്റ് മാത്രം. ഓക്കെ, അപ്പോൾ ഇതിൽ വേറെ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ നടുക്ക് ഇവിടെ ഒരു മുള്ളുണ്ടാവും, മനസ്സിലായില്ലേ? അത് നമുക്ക് ഇങ്ങനെ അതെടുത്ത ആ മുള്ളെടുത്ത് ഇനി ഇത് ക്ലീൻ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഫിഷ് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി കേട്ടോ. അപ്പോൾ നല്ല 2 പീസ് മീനായി.
ഓക്കെ. അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്ത ഫിഷ് ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ. അപ്പോൾ ഒരു മാരിനേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണത് കുറച്ച് വെളുത്തുള്ളി ഉണ്ട്, 2 പച്ചമുളക്, പിന്നെ നാരങ്ങ നീര്, ഇതാണ് നമ്മൾ ഉപ്പും, ഇതാണ് നമ്മളുടെ കുരുമുളക് ഇത് ചെയ്യുള്ളൂ, ക്രഷ് ചെയ്ത് ഇടുകയുള്ളൂ. ഓക്കെ. അപ്പോൾ മാരിനേഷൻ എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി, പച്ചമുളക്, നാരങ്ങ നീര്, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒഴിച്ചു. നമ്മൾ എടുത്ത് 3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ഡൈസ് ചെയ്ത് ഇട്ടു. 2 പച്ചമുളക്, 2 പച്ചമുളകും ഇതിലിട്ടിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്കിതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ നാരങ്ങ നീരുള്ളതുകൊണ്ട് കുറച്ച് ലിക്വിഡായിട്ടാണ് കിടക്കുന്നത്, എങ്കിലും ഓക്കെ, ഇങ്ങനെയാണ് വേണ്ടത് നമുക്ക്. കരിവേപ്പിൻ്റെ ഇല കുറച്ച് ലോക്ക്ഡൗൺ ഒക്കെ ആയ സമയത്ത് കരിവേപ്പിൻ്റെ ഇല ഒന്നും ഇന്ത്യയിൽ വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ദീപു ഇങ്ങനെ ഉണക്കി വെച്ചതാണിത്. അപ്പോൾ ഇത് നമ്മളൊന്ന് ശരിക്കൊന്ന് പൊടിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടുകയാണ്. പക്ഷെ ഫ്ലേവറൊക്കെ അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ. നല്ല സ്മെല്ലൊക്കെ അതേപോലെ തന്നെ വരും, അതൊന്നും പ്രശ്നമില്ല. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാം. അല്ല, നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടും കേട്ടോ അങ്ങനെ ഉണക്കിയത്. ആ ആയിക്കോട്ടെ, വാങ്ങണ്ടല്ലോ. അതുകൊണ്ട് പക്ഷെ കടയിൽ ഉണക്കിയാൽ ഇത്ര മണമെന്ന് നമുക്ക് തോന്നി. ഇപ്പം നമ്മൾ എന്തൊക്കെ ഹെർബ്സ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. നമ്മൾ റോസ്മേരി മേടിച്ചിട്ട് കണ്ടില്ലേ, നമ്മൾ ഉണക്കിയ പ്രത്യേക സ്മെല്ല് തന്നെയാണ്. വേഗം ഉണങ്ങി കിട്ടും കേട്ടോ. ഞാൻ അപ്പോൾ നമ്മളിങ്ങനെ ഇത് ഫുള്ളൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് വയ്ക്കുക. നമ്മൾ ഇങ്ങനെ ഇത് കഴിച്ചിട്ടുണ്ട്, പ്രോൺസ്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒന്ന് വയ്ക്കുക. ഓക്കെ. എത്ര സമയം വെക്കണം? ഒരു 10-15 മിനിറ്റ് ഒന്ന് വെച്ചാൽ മതി. ആ മസാലയൊക്കെ ഒന്ന് ഇതിലേക്ക് പിടിക്കണ വരെ. ഓക്കെ. അപ്പോൾ ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാൻ വെച്ചു. പാൻ ഏകദേശം ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഒലീവ് ഓയിലാണ് എടുക്കുന്നത്. മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷ് നമുക്ക് ഇതിലേക്ക് ഇടാം. നമ്മൾ അധിക നേരം വെക്കണ്ട, ഇത് പെട്ടെന്ന് കുക്കായി കിട്ടും. കാരണം നമ്മൾ ഫില്ലായിട്ട് സ്ലൈസ് ചെയ്തിട്ടല്ലേ വെച്ചിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്കെന്നെ ഏകദേശം ഒരു ഫിഷ് ആകുമ്പോൾ ഒരു 5 മിനിറ്റ്സ് വെച്ചാൽ മതി ഒരു സൈഡ്. ഇത് മുരിക്കേണ്ട ആവശ്യമില്ല, മുരിക്കാൻ പാടില്ല. മത്തിയൊക്കെ മുരിച്ച് തിന്നണമെങ്കിൽ പറ്റില്ല. ആ ഫിഷ് എന്തായിരുന്നു ശരിയാണ്. അപ്പോൾ ഏകദേശം ഒന്ന് ഫിഷ് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ സൈഡിൽ കാണാം, നമുക്ക് ആ വെളുത്ത കളർ വരുന്ന കണ്ടോ, അത് കുക്കാവുന്നതിൻ്റെയാണ്. അപ്പോൾ നമുക്കിതിൽ കുറച്ച് ബട്ടർ ആഡ് ചെയ്യാം. അപ്പോൾ ഏകദേശം 5 മിനിറ്റ്സ് ആയി. നമുക്കിനി ഇതൊന്ന് മറിച്ചിടാം. വെളുത്ത കളർ കണ്ടിട്ടൊന്നും ബേജാറാവണ്ട, സംഗതി സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് കുറച്ച് പെപ്പർ, ക്രഷ്ഡ് പെപ്പർ നമുക്ക് ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്യണം. ഫൈനലായിട്ട് ഒന്നുകൂടി ഒന്ന് മറിച്ചിടാം. അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ, സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട്. അത് നമ്മൾ സാധാരണ ഫിഷിൻ്റെ അല്ലാത്ത നാരങ്ങ നീര് നല്ലോണം വേണം.
അതേപോലെ കറിവേപ്പിലയും, അത് രണ്ടുമാണ് ഹൈലൈറ്റ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെടും. I hope everyone likes it. Thank you.